TCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ. പ്രധാന വാർത്തകൾ. നോട്ട് മാറ്റൽ പദ്ധതി BJP രാഷ്ട്രീയ പ്രചാരണായുധമാക്കി മാറ്റിയെന്ന് PK ബിജു MP. കള്ളപ്പണം പിടിച്ചെടുക്കാൻ BJPക്ക് താൽപര്യമില്ലെന്നും PK ബിജു. രാജ്യത്തെ സാമ്പത്തിക സുരക്ഷിതത്വത്തിനു വേണ്ടി സ്വീകരിച്ച നടപടി ജനങ്ങൾ അംഗീകരിച്ചതായി BJP. ബുദ്ധിമുട്ട് താൽക്കാലികമെന്നും BJP സംസ്ഥാന സെക്രട്ടറി C കൃഷ്ണകുമാർ. വ്യാപാര മേഖലയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് പട്ടാമ്പിയിൽ സെമിനാർ. പ്രശ്നപരിഹാരത്തിന് ഇടപെടുമെന്ന് ജനപ്രതിനിധികളുടെ ഉറപ്പ്. ഏകീകൃത സിവിൽ കോഡ് ഇന്ത്യയിൽ നടപ്പാക്കുക അസാധ്യമെന്ന് സമസ്ത ജനറൽ സെക്രട്ടറി. പ്രക്ഷോഭം ശക്തമാക്കുമെന്നും സമസ്ത. വിശദമായ വാർത്തകളിലേക്ക്. നോട്ട് മാറ്റൽ പ്രക്രിയ 4ാം ദിവസം പിന്നിട്ടപ്പോഴും നോട്ടുകളുടെ ലഭ്യതക്കുറവ് പ്രതിസന്ധിയാവുന്നു. പൊതു അവധി ദിനമായിരുന്നിട്ടും ഞായറാഴ്ചയും വാണിജ്യ ബാങ്കുകൾ തുറന്നു പ്രവർത്തിച്ചു. ബാങ്കുകൾക്ക് മുന്നിൽ ഞായറാഴ്ച രാവിലെ മുതൽ തന്നെ നീണ്ട ക്യൂ ആണ് അനുഭവപ്പെട്ടത്. ഇടപാടുകാരെ സഹായിക്കാൻ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിച്ചു. അസാധുവാക്കപ്പെട്ട നോട്ടുകൾ മാറ്റിക്കിട്ടുന്നതിനുള്ള നെട്ടോട്ടം 5 നാൾ പിന്നിട്ടിട്ടും നോട്ടുകളുടെ ലഭ്യതക്കുറവ് പ്രതിസന്ധിയാകുന്നു. പൊതു അവധി ദിവസമായിട്ടും ഞായറാഴ്ചയും ബാങ്കുകൾ തുറന്ന് പ്രവർത്തിച്ചു. ഞായറാഴ്ച രാവിലെ മുതൽ തന്നെ ബാങ്കുകളിൽ നീണ്ട നിരയാണ് കാണപ്പെട്ടത്. പല ATMകളിലും പണമില്ലാത്തതിനാൽ പ്രവർത്തനരഹിതമായിരുന്നു. ഇതും പ്രതിസന്ധി രൂക്ഷമാക്കി. ടോക്കൺ സമ്പ്രദായ പ്രകാരമാണ് പല ബാങ്കുകളിലും ആളുകളെ പ്രവേശിപ്പിച്ചതും ഇടപാടുകൾ നടത്തിയതും. അതേസമയം വ്യാപാര മേഖല ഞായറാഴ്ചയും നിശ്ചലമായി തുടരുകയാണ്. ഹോട്ടലുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും മറ്റ് കടകളിലുമൊക്കെ തന്നെ വ്യാപാരം പരിമിതമായ തോതിൽ മാത്രമാണ് നടക്കുന്നത്. അതേസമയം ചൊവ്വാഴ്ച മുതൽ കടയടപ്പ് സമരത്തിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആഹ്വാനം ചെയ്തു. നോട്ടിന്റെ പ്രശ്നം വ്യാപാര മേഖലയെ ഗുരുതരമായി ബാധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രത്യക്ഷ സമരരംഗത്തേക്ക് നീങ്ങുന്നത്. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ നോട്ട് അസാധുവാക്കൽ നടപടിക്കെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധം ശക്തിപ്പെടുകയാണെന്ന് PK ബിജു MP അഭിപ്രായപ്പെട്ടു. മുന്നൊരുക്കമില്ലാതെ നടപ്പാക്കിയതിനാൽ സാധാരണക്കാർ ഗതികേടിലായി. കള്ളപ്പണം തടയുക എന്നതിനേക്കാൾ ഉപരി രാഷ്ട്രീയ നേട്ടങ്ങൾക്കുള്ള ഉപാധിയായി BJP ഇതിനെ മാറ്റുകയാണെന്നും PK ബിജു കുറ്റപ്പെടുത്തി. യാതൊരു മുന്നൊരുക്കവുമില്ലാതെയാണ് മോദി സർക്കാർ ഒരു അർദ്ധരാത്രി മുതൽ നിലവിൽ ജനങ്ങൾ ക്രയവിക്രയം നടത്തിക്കൊണ്ടിരുന്ന 500,000 നോട്ടുകൾ നിരോധിച്ചത്. ഇതിന്ന് നമുക്ക് കാണുന്നത് പോലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് ഇതിൻ്റെ കെടുതി ഏറ്റവും വലിയ നിലയിൽ അനുഭവിക്കുന്നത്. അവരുടെ ദൈനംദിന കാര്യങ്ങൾ പോലും നടത്താൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ്. അതാത് ദിവസം കിട്ടുന്ന കൂലി കൊണ്ട് ഉപജീവനം കഴിച്ചുകൊണ്ടിരുന്ന ദശലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യക്കാർ ഇന്ന് തെരുവിൽ അവരുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ച് ആഹാര സാധനങ്ങൾ പോലും വാങ്ങിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം വലിയ പ്രതിസന്ധി രാജ്യത്തുണ്ടാക്കിയിരിക്കുകയാണ്. ലോകത്ത് പല രാജ്യങ്ങളും കള്ളപ്പണം തടയുന്നതിനും കള്ളനോട്ട് ഇല്ലാതാക്കുന്നതിനും ഒരു പ്രക്രിയ എന്ന നിലയിൽ നോട്ട് വിഡ്രോ ചെയ്യുന്ന രീതി തുടരുന്നുണ്ട്. പക്ഷേ അവിടങ്ങളിലൊന്നും ഇല്ലാത്ത സ്ഥിതിവിശേഷം ഇവിടെ സംജാതമായത് ഇത് BJP രാഷ്ട്രീയ നേട്ടത്തിനുള്ള ഉപാധിയായി മാറ്റിയതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ കള്ളപ്പണം തടയുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ ഈ ഗവൺമെൻറ് ഒരുക്കമല്ല. പ്രചരണ പരിധിയിൽ മാത്രമാണ് ഈ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള നടപടിയായി വന്നിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ വിദേശ രാജ്യങ്ങളിൽ കള്ളപ്പണം കുന്നുകൂടിയത് കിടക്കുകയാണ്. 2014 തെരഞ്ഞെടുപ്പിൽ മോദി ഇന്ത്യയുടെ BJPയുടെ പ്രചരണ യോഗങ്ങളിലെല്ലാം പ്രഖ്യാപിച്ചത് 100 ദിവസത്തിനകം വിദേശ രാജ്യങ്ങളിലുള്ള കള്ളപ്പണത്തിൻ്റെ വിവരം പുറത്തു കൊണ്ടുവരും. അത് ഇന്ത്യയിലെ ഓരോ കുടുംബങ്ങൾക്കും അവരുടെ അക്കൗണ്ടിൽ 15 ലക്ഷം നിക്ഷേപിച്ചു കൊടുക്കുമെന്നാണ്. എന്നാൽ നമ്മുടെ രാജ്യത്തുള്ള കള്ളപ്പണക്കാരെ വിദേശ രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെടുത്തുന്നതിനുള്ള സഹായമാണ് 2 വർഷം കൊണ്ട് മോദി ഭരണം നിർവഹിച്ചിട്ടുള്ളത്. രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷാ ഭദ്രത ലക്ഷ്യമിട്ടാണ് നോട്ട് നിരോധനം നടപ്പാക്കിയതെന്ന് BJP സംസ്ഥാന സെക്രട്ടറി C കൃഷ്ണകുമാർ അഭിപ്രായപ്പെട്ടു. താൽക്കാലിക ബുദ്ധിമുട്ട് സഹിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും മറിച്ചുള്ള പ്രചാരണങ്ങൾ ശരിയല്ലെന്നും C കൃഷ്ണകുമാർ പറഞ്ഞു. ഇന്ത്യയിലെ
സാധാരണ ഇതിൽ ചെറിയൊരു ശതമാനം ആളുകൾക്ക് ഈ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളുടെ പ്രശ്നമുള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും സാധാരണക്കാരായ ആളുകളുടെ അവൻ്റെ ഒരു മാസത്തെ വരുമാനം എത്രയെന്ന് ആവറേജ് വരുമാനം നോക്കിയാൽ 10,000 രൂപയിൽ താഴെയാണ്. ഒരു ചെറിയൊരു ശതമാനം ആളുകൾ മാത്രമേ 10,000 അതിൽ കൂടുതലോ എല്ലാ മാസവും ചെലവഴിക്കുന്ന ആളുകളുള്ളൂ. 10,000-ൽ കൂടുതൽ കുറവ് ചെലവഴിക്കുന്ന ആളുകളാണ്. അപ്പോൾ അത്തരം ആളുകളെ സംബന്ധിച്ചോളം ഏതാനും ദിവസങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ രക്ഷയെ സംബന്ധിച്ച്, നമ്മുടെ സാമ്പത്തിക സുരക്ഷത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള തീരുമാനമാണ്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകളാണ്. ഇന്നത്തെ താൽക്കാലികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മുറുക്കിയെടുത്ത് ഉണ്ടായാലും നമ്മൾ ഈ താൽക്കാലികമായിട്ടുള്ള ഈ ബുദ്ധിമുട്ട് സഹിക്കണം. വ്യാപാരികൾക്കുണ്ടായിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള ഈ ബുദ്ധിമുട്ട് നമ്മുടെ ദീർഘകാലത്തിൽ നമുക്കൊരു അനുഗ്രഹമായി മാറുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ അടുത്ത ദിവസം ഒരു കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള മലയാള ദിനപത്രം പറഞ്ഞത്, കഴിഞ്ഞ വർഷം കൊച്ചിയിൽ 10,000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ് നടത്തുന്നത്. അതിൽ 4,500 കോടി രൂപയുടെ മേലെ കള്ളപ്പണമാണ്, ബ്ലാക്ക് മണിയാണ്. അപ്പോൾ കേരളത്തിലും പൊതുവെ ഇന്ത്യയിലും ഉണ്ടായിട്ടുള്ള ഈ ഇത്തരത്തിലുള്ള കള്ളപ്പണം ഒരു പാരലൽ സാമ്പത്തിക സംവിധാനത്തെ നമുക്ക് ഇല്ലാതാക്കിയാൽ ഇന്ത്യയിലെ സാധാരണക്കാരായ ആളുകൾക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് ഇന്ന് സാഹചര്യം മാറിയിരിക്കണം. കടുത്ത തീരുമാനങ്ങൾ ഗവൺമെൻറ് എടുക്കുന്ന സമയത്ത് അത് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും സുരക്ഷയ്ക്കും വേണ്ടിയിട്ടാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കണേ. ബാങ്കിലെത്തുന്ന ഇടപാടുകാരെ സഹായിക്കാൻ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ കൊപ്പത്ത് ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി. ജനങ്ങൾക്ക് നേരിടുന്ന താൽക്കാലിക ബുദ്ധിമുട്ടുകളെ രാഷ്ട്രീയപരമായി മുതലെടുക്കാൻ ചിലർ ശ്രമിക്കുകയാണെന്ന് യുവമോർച്ച കുറ്റപ്പെടുത്തി. കൊപ്പം SBTക്ക് മുന്നിൽ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. ഇടപാടിനെത്തുന്നവരെ ഫോമുകൾ പൂരിപ്പിച്ച് സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം തുടങ്ങിയത്. AK അനിൽകുമാർ, K അഭിജിത്ത്, സുമേഷ് CP, രവീന്ദ്രൻ, രഘു എന്നിവർ നേതൃത്വം നൽകി. താൽക്കാലികമായി അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകളെ രാഷ്ട്രീയപരമായി ചിലർ മുതലെടുക്കാൻ ശ്രമിക്കുകയാണെന്നും ഇത് തികച്ചും ഖേദകരമാണെന്നും യുവമോർച്ച അഭിപ്രായപ്പെട്ടു. രാജ്യത്ത് നിരോധിച്ചിട്ടുള്ള നമ്മുടെ 500 രൂപയുടെയും 1000 രൂപയുടെയും കറൻസികൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി അപേക്ഷാ ഫോം ഫില്ലപ്പ് ചെയ്തുകൊണ്ടും വലിയ തുകകൾ അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷാ ഫോം ഫില്ലപ്പ് ചെയ്തുകൊണ്ടും യുവമോർച്ചയുടെ പ്രവർത്തകർ 2 ദിവസമായിട്ട് ബാങ്കുകളിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ചെറിയ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ചെറിയ ബുദ്ധിമുട്ടുകൾ, ക്യൂ നിൽക്കുന്ന ചെറിയ ബുദ്ധിമുട്ടുകൾ ആളുകൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കൂടി രാജ്യത്തിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി അല്പം ബുദ്ധിമുട്ട് സഹിക്കാൻ വേണ്ടി ഓരോരുത്തരും മിക്ക ആളുകളും തയ്യാറാണ്. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് അറിയാത്ത ഒരു ചെറിയൊരു വിഭാഗം ആളുകൾ മാത്രമാണ് ഇതിനെ എതിർക്കുന്നതും അതിൽ വലിയൊരു തെറ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതും. വരും ദിവസങ്ങളിലും തിരക്ക് നിയന്ത്രിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി മിക്ക ബാങ്കുകളുടെ മുന്നിലും യുവമോർച്ചയുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. വ്യാപാര മേഖല നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെ അധികരിച്ച് പട്ടാമ്പിയിൽ സെമിനാർ നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നക്ഷത്ര റീജൻസിയിൽ നടന്ന സെമിനാർ PK ബിജു MP ഉദ്ഘാടനം ചെയ്തു. MLA-മാരായ മുഹമ്മദ് മൂസിൻ, VT ബൽറാം, ആബിദ് ഹുസൈൻ തങ്ങൾ, പാലക്കാട് മുനിസിപ്പാലിറ്റി ചെയർമാൻ CK കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് വ്യാപാര മേഖലയുടെ പ്രതിസന്ധിയും പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. തളരുന്ന കാർഷിക മേഖലയും വാടക കുടിയാൻ നിയമം, ലൈസൻസിന്റെ പേരിൽ ചെറുകിട കച്ചവടക്കാരെ ദ്രോഹിക്കുന്ന ഉദ്യോഗസ്ഥ സമീപനത്തെ സംബന്ധിച്ചും GST നടപ്പിലാക്കുമ്പോൾ ചെറുകിട സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിലെ ആശങ്കകൾ എന്നിവ സംബന്ധിച്ചുമാണ് സെമിനാർ ചർച്ച ചെയ്തത്. PK ബിജു MP ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ സാധനങ്ങളിലും വിദേശത്തെ വലിയ വൻകിട കമ്പനികൾക്ക് ഇഷ്ടംപോലെ നമ്മുടെ മാർക്കറ്റിൽ ഇടപെടാൻ കഴിയുന്ന സ്ഥിതിവിശേഷം ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ സാധാരണ ഇവിടെ പറഞ്ഞ സർബത്ത് കച്ചവടക്കാരനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന സ്ഥിതിയില്ല. ഓരോ പുതിയ സംരംഭങ്ങൾ, സംവിധാനങ്ങൾ അവർ രാജ്യത്ത് കൊണ്ടുവരികയാണ്. ഇപ്പം വ്യാപാര മേഖലയിൽ ഇന്നിപ്പോൾ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു 20 കോടിയിൽ അധികമുണ്ട്. 20 കോടി എന്ന് പറഞ്ഞാലും അതിൽ നിൽക്കില്ല. കാരണം ഇതിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. ഒരു സ്ഥാപനത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരാളല്ല, ഒരു കുടുംബമാണ്. ആ ഒരു കുടുംബം, ആ ഒരു സ്ഥാപനത്തെ അവിടെ പണിയെടുക്കുന്നവരുടെ കുടുംബം കൂടി നമ്മൾ കൂട്ടണം. അങ്ങനെ കൂട്ടിയാൽ 20 കോടിക്ക് അപ്പുറത്താണ് വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മനുഷ്യർ നമ്മുടെ രാജ്യത്തുള്ളത്. കേരളത്തിലും ഒട്ടും കുറവല്ല ഈ കാര്യത്തിൽ. അതുകൊണ്ട് വ്യാപാര മേഖലയെ സംരക്ഷിക്കുക എന്നത് നാടിൻ്റെ സുസ്ഥിരമായ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ള ലൈസൻസ് ലഭിക്കുന്നതിനുള്ള പ്രയാസം അത് നമ്മുടെ ഗവൺമെൻറ് സർവീസിലുണ്ടായിട്ടുള്ള അഴിമതിയുടെ ഭാഗമായിട്ടുള്ള പ്രശ്നമാണ്.
യഥാർത്ഥത്തിൽ എന്തിനാണ് ലൈസൻസ് വാങ്ങിക്കാൻ ഒരു ഓഫീസ് കയറി ഇറങ്ങുന്നത്? അത് ഓൺലൈൻ ചെയ്തുകൂടെ? അപ്പോൾ 24 മണിക്കൂറിനകം നമ്മൾ ആവശ്യപ്പെട്ട് നമ്മളുടെ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ കൊടുത്തിരിക്കണം. എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ ഞങ്ങൾ പെടുത്തും. MLA മുഹമ്മദ് മോസിൻ, VT ബലറാം, ആബിദ് ഹുസൈൻ തങ്ങൾ, പാലക്കാട് മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ CK കൃഷ്ണകുമാർ, ബാബു കോട്ടയിൽ, ഗിരീഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റിലെ വ്യാപാരികൾക്കായുള്ള പരസ്പര സഹായ വായ്പാ വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ വെച്ച് PK ബിജു MP നിർവഹിച്ചു. വൃക്കരോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന പെരുമുടിയൂർ മങ്ങാട്ട് വീട്ടിൽ ഗോപാലകൃഷ്ണനെ സഹായിക്കാൻ കുടുംബസഹായ സമിതി ശേഖരിച്ച 7 ലക്ഷം രൂപ ഗോപാലകൃഷ്ണന്റെ കുടുംബത്തിന് കൈമാറി. ആലിക്കപ്പറമ്പ് LP സ്കൂളിൽ നടന്ന സൗഹൃദ കൂട്ടായ്മയിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് CM നീലകണ്ഠൻ തുക കൈമാറി. വൃക്കരോഗം മൂലം ചികിത്സയിൽ കഴിയുന്ന പെരുമുടിയൂർ സ്വദേശി മങ്ങാട്ട് ഗോപാലകൃഷ്ണനെ സഹായിക്കാനായി സ്വരൂപിച്ച സഹായനിധി ഞായറാഴ്ച വൈകുന്നേരം നടന്ന ചടങ്ങിൽ വെച്ച് കൈമാറി. മങ്ങാട്ട് ഗോപാലകൃഷ്ണൻ കുടുംബസഹായ നിധിയുടെ പേരിൽ സ്വരൂപിച്ച 7 ലക്ഷം രൂപയാണ് മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM നീലകണ്ഠൻ കുടുംബത്തിന് കൈമാറിയത്. പുതിയ കാലഘട്ടത്തിൽ സ്നേഹബന്ധങ്ങൾക്ക് വിലയില്ല, പരസ്പരം അകൽച്ചയാണ് എന്നെല്ലാം വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെപ്പോലെ തന്നെ അധ്വാനിച്ച് ജീവിച്ചിരുന്ന ഘട്ടത്തിൽ സമൂഹത്തിൽ എല്ലാവർക്കും വേണ്ടി സഹകരിക്കുകയും ഇപ്പോൾ അധ്വാനിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ആകസ്മികമായ രോഗത്തിൻ്റെ ഭാഗമായി വല്ലാതെ പ്രയാസം അനുഭവിക്കുന്ന കുട്ടന് ഒരു സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ട് ചികിത്സാ സൗകര്യങ്ങൾ ചെയ്യുന്നു, അത് ഇതുമായി ബന്ധപ്പെടുന്നില്ല എന്ന് പറയുന്നത് തന്നെ വലിയ അത്ഭുതമാണ്. അതോടൊപ്പം തന്നെ ആ കുടുംബം വഴിയാധാരമാകാതെ നോക്കാനുള്ള ചുമതല സമൂഹത്തിൽ മറ്റുള്ളവരും കൂടി ഏറ്റെടുക്കുന്നു എന്നുള്ളത് വളരെ വളരെ ശുഭോദർക്കമാണ് എന്നും അനുകരണീയമാണ്, മാതൃകയായിട്ടാണ് എനിക്ക് കാണാൻ കഴിയും. നമ്മുടെ നാട്ടിൽ മുമ്പുള്ള രീതിയിലല്ല ഇപ്പോൾ കാര്യം. പണ്ടൊരു രോഗം വന്നാൽ ഇങ്ങനെയുള്ള രോഗങ്ങളൊരു പക്ഷേ കുറവായിരിക്കാം. സാമ്പത്തിക സൗകര്യങ്ങൾ വളരെ കുറഞ്ഞ കാലഘട്ടത്തിൽ മനുഷ്യരെ പരസ്പരമുള്ള സഹകരണവും കാര്യങ്ങളും സഹായങ്ങളും നിലനിന്നിരുന്നു. ഇന്ന് പുതിയ കാലഘട്ടത്തിൽ എല്ലാവരും തിരക്ക് പിടിച്ചൊരു ജീവിതത്തിൽ അതിൻ്റെ ഇടയിലാണ് നമ്മളെപ്പോലെ ഒരാൾക്ക് ഇതുപോലുള്ള പ്രയാസങ്ങൾ വരുന്നതെങ്കിൽ അയാളെ ശ്രദ്ധിക്കാൻ പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളൊരവസ്ഥ വരാറുണ്ട്. ആലിക്കപ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ സതീശൻ പട്ടാമ്പി അധ്യക്ഷത വഹിച്ചു. കൺവീനർ C മുകേഷ്, ട്രഷറർ TP മാധവൻകുട്ടി, ഹക്കീം, AV സുരേഷ് എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. DYFI ആമിയൂർ മേഖലാ സമ്മേളനം നവംബർ 20 പുതിയ റോഡിൽ വെച്ച് നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി DYFI മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. CPM ഏരിയ സെക്രട്ടറി NP വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു. നവംബർ 20 ഞായറാഴ്ച പുതിയ റോഡിൽ നടക്കുന്ന DYFI ആമിയൂർ മേഖലാ സമ്മേളനത്തിന് മുന്നോടിയായാണ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ആമിയൂർ AET സ്കൂളിൽ നടന്ന ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം CPIM ഏരിയ സെക്രട്ടറി NP വിനയകുമാർ നിർവഹിച്ചു. യുവാക്കളെ അണിനിരത്താൻ കഴിയുന്ന വൈവിധ്യമാർന്ന പരിപാടികളാണ് ഏറ്റെടുത്തിട്ടുള്ളത്. രക്തദാന സേന രൂപീകരണം, മെഡിക്കൽ ക്യാമ്പ്, കലാകായിക മേളകൾ, സാമൂഹ്യ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ, ഇത്തരത്തിൽ യുവാക്കളുടെ കൂട്ടായ്മ രൂപപ്പെടുത്തിയെടുക്കുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് നിരവധി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് സമ്മേളനങ്ങളുടെ ഭാഗമായി ഏറ്റെടുക്കുന്നത്. യുവാക്കളുടെ കൂട്ടായ്മ ശക്തിപ്പെടുത്തി കൊണ്ടുവരേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഓരോ മനുഷ്യനെയും ഓരോ വ്യക്തിയെയും വ്യത്യസ്ത അറകളിലാക്കി നിർത്തുന്നതിനും വ്യത്യസ്ത തലങ്ങളിലേക്ക് മാറ്റുന്നതിനും വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടലും പ്രവർത്തനവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വിഭിന്നമായി കൂട്ടായ്മ സൃഷ്ടിക്കുകയും കൂട്ടായ്മയിലൂടെ മാത്രമേ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി കഴിയൂ എന്ന സന്ദേശം വെച്ചുകൊണ്ട് യുവജനങ്ങളെ ഒരു കൊടിക്കീഴിൽ ഒരു മനസ്സാക്ഷോടുകൂടി അണിനിരത്താൻ കഴിയുന്ന രൂപത്തിലുള്ള വൈവിധ്യമാർന്ന പരിപാടികളിലേക്ക് ഒന്നിച്ചണിനിരത്തുക എന്ന ലക്ഷ്യമാണ് DYFI ഏറ്റെടുത്തിട്ടുള്ളത്. സിജിൻ ദാസ് അധ്യക്ഷത വഹിച്ചു. A സോമൻ, M രാജൻ, PS ബിജു,
പി കൃഷ്ണദാസ്, പി ഗിരീഷ്, അബു താഹിർ, രാജേഷ്, ഗഫൂർ, മുത്തുട്ടി, എ ഉസ്മാൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. 16 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഡിവൈഎഫ്ഐ കൊപ്പം മേഖലാ സമ്മേളനത്തോടനുബന്ധിച്ച് ഓർമ്മമരം പദ്ധതിക്ക് തുടക്കമായി. ഡിവൈഎഫ്ഐ കീഴ്മുറി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി തുടങ്ങിയത്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ടി ഷാജി ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐക്കൊപ്പം മേഖലാ സമ്മേളനത്തോടനുബന്ധിച്ച് ഡിവൈഎഫ്ഐ കീഴ്മുറി യൂണിറ്റ് സംഘടിപ്പിച്ച ഓർമ്മമരം പദ്ധതിക്ക് തുടക്കമായി. ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് സെക്രട്ടറി ടി ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു. ഡിവൈഎഫ്ഐയുടെ സമ്മേളനങ്ങളുടെ ഭാഗമായി വിവിധ തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. യൂണിറ്റ് മേഖലാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ, മെഡിക്കൽ ക്യാമ്പുകൾ, കലാകായിക മത്സരങ്ങൾ, സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാം എല്ലാ യൂണിറ്റുകളിലും അതുപോലെ തന്നെ മേഖലാ തലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇന്ന് കൊപ്പം മേഖലാ കമ്മിറ്റിയിലെ വിയറ്റ്നാംപടി കീഴ്മുറി യൂണിറ്റുകൾ സംയുക്തമായി സംഘടിപ്പിച്ചു വരുന്ന പരിപാടിയാണ് ഓർമ്മമരം പദ്ധതി. വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തനത്തിൽ ഡിവൈഎഫ്ഐ കൃത്യമായി ഇടപെടുന്നു എന്ന രീതിയിലുള്ള സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പരിപാടിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഓർമ്മമരം പദ്ധതി എന്ന പരിപാടിക്ക് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഈ പരിപാടി സംഘടിപ്പിച്ച ഇവിടുത്തെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർക്കും അതുപോലെ തന്നെ മുഴുവൻ ആളുകൾക്കും ഡിവൈഎഫ്ഐയുടെ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. കൊപ്പം മേഖലാ സെക്രട്ടറി സുദീപ്, പ്രസിഡന്റ് കെ പി റഫീഖ്, പി കെ ബൈജു, സുനേഷ്, ധനേഷ്, വിവേക് എന്നിവർ നേതൃത്വം നൽകി. 2 നാളുകളായി നടന്നുവന്നിരുന്ന BJP പട്ടാമ്പി മണ്ഡലം പ്രവർത്തക ശിബിരം സമാപിച്ചു. ആമയൂർ മാളൂട്ടി ഓഡിറ്റോറിയത്തിൽ നടന്ന ശിബിരത്തിന്റെ സമാപനം BJP സംസ്ഥാന സെക്രട്ടറി സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. BJP പട്ടാമ്പി നിയോജക മണ്ഡലം പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ പ്രവർത്തക പരിശീലന ശിബിരം സമാപിച്ചു. സമാപനം BJP സംസ്ഥാന സെക്രട്ടറി സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് KM ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ശിവദാസ്, MP മുരളീധരൻ, അഡ്വക്കേറ്റ് മനോജ്, ഗോപി പൂവക്കോട്, തങ്കമോഹനൻ, UP സുകുമാരൻ, രാജൻ, മണികണ്ഠൻ, രാജരാജൻ, സുനിൽകുമാർ, ശശി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഏക സിവിൽ കോഡ് ഇന്ത്യയിൽ നടപ്പാക്കുക എന്നത് അസാധ്യമാണെന്ന് സമസ്ത ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാർ. സിവിൽ കോഡ് നടപ്പാക്കാനുള്ള നീക്കത്തിനെതിരെ സമസ്ത നടത്തുന്ന പ്രക്ഷോഭം ജനങ്ങൾ ഏറ്റെടുത്തെന്നും അദ്ദേഹം പറഞ്ഞു. നവംബർ 19, 20, 21 തീയതികളിൽ നടക്കുന്ന മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ഇക്കാര്യത്തിൽ തുടർ പ്രക്ഷോഭങ്ങൾക്ക് രൂപം നൽകും. സമാന ചിന്താഗതിക്കാരെ ഒപ്പം ചേർത്ത് കേരളത്തിലും പ്രക്ഷോഭം ശക്തമാക്കുമെന്നും ആലിക്കുട്ടി മുസ്ലിയാർ PCBയോട് പറഞ്ഞു. 300 മതങ്ങളുള്ള നമ്മുടെ രാജ്യം, 300 ഭാഷകളുള്ള ഈ സ്ഥലം, ഇവിടെ എല്ലാവരെയും കൂടിയും ഒരു കോഡിൻ്റെ പരിധിയിൽ നിർത്താൻ അസാധ്യമാണ്, സാധ്യമല്ല. മുസ്ലിങ്ങൾ ഇവിടെ ഒരുപാട് കാലം ഭരിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം മുസ്ലിങ്ങളുടെ ഐഡൻറ്റിറ്റി നിലനിർത്താനായി അവർക്ക് മതകാര്യങ്ങളിൽ കുറഞ്ഞ പരിമിതമായ കാര്യങ്ങൾ, വിവാഹം, വിവാഹമോചനം, അനന്തരാവകാശം തുടങ്ങിയുള്ള കാര്യങ്ങളിൽ അവർക്ക് അവരുടെ ശരീഅത്ത് പ്രകാരം അനുവാദം നൽകിയിട്ടുണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. കോടതിയിൽ പോയാൽ അതിനുള്ള വിധി കിട്ടുകയും ചെയ്യും. പേഴ്സണൽ ലോ ബോർഡിൻ്റെ മീറ്റിംഗ് ഉണ്ട് അടുത്ത 19, 20 തീയതികളിൽ കൽക്കത്തയിൽ വെച്ച്. അവിടെ വെച്ച് പുതിയ കാര്യങ്ങൾ എന്താണെന്ന് തീരുമാനിക്കും. ആ തീരുമാനിക്കുന്നതിനനുസരിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയും ഇവിടെ സംവിധാനിക്കും. മുസ്ലിങ്ങൾ ഒരേ നിലക്ക് പല നിലക്ക് ചിഹ്നിച്ചു തരാൻ സാധ്യമല്ലാത്ത നിലയിൽ ഒത്തുചേരണമെന്നാണ് എല്ലാവരും ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പേഴ്സണൽ ലോ ബോർഡ് വളരെ വിദഗ്ധരായ ആളുകൾ, ഭൗതികമായും മതപരമായും പഠിച്ചിട്ടുള്ള ആളുകൾ, 4 മദ്ഹബിനെ പറ്റി അറിയുന്ന ആളുകൾ അതനുസരിച്ച് ഇവിടെ പ്രഖ്യാപിക്കാൻ പോകുന്നുണ്ട്. അതിന് ശേഷമേ ചെയ്യുള്ളൂ. ഇപ്പം മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ഗവൺമെൻറ്റിൽ നിന്ന് നിയമിക്കപ്പെട്ട ചില ആളുകൾ കൊണ്ടുവന്നിട്ടുള്ള ആ രേഖകൾ ഒപ്പിടാൻ നമുക്ക് സാധ്യമല്ലെന്നും നാം ശരീഅത്ത് അനുസരിച്ച് തന്നെ ജീവിക്കാൻ തയ്യാറാണ്, അത് തന്നെ മതി, ഞങ്ങൾക്ക് വേറെ ഒരു ബദൽ സംവിധാനത്തിന് ആവശ്യമില്ല എന്ന നിലയിൽ പേഴ്സണൽ ലോ ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരം ഒപ്പ് ശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് സജീവമായി നടക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.